നമസ്കാരം. യമൻ എന്ന രാജ്യം യമദേവനുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ രാജ്യത്തെ യമപുരിയായി മാറ്റിയെടുക്കുകയാണോ ചിലരെല്ലാം ചേർന്നുകൊണ്ട് വിനാശത്തിന്റെ തീമഴ പെയ്യിച്ചുകൊണ്ട് യമനെ തീർക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അതിനുള്ള വ്യക്തമായ സൂചനകളാണ് വൈകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതാണ്, 2014 മുതൽ യമൻ എന്ന രാജ്യത്തിന്റെ ഭരണം, പ്രത്യേകിച്ച് തലസ്ഥാന നഗരമായ സനായുടെ ഉൾപ്പെടെ നിയന്ത്രണം ഷിയ വിഭാഗക്കാരായ ഒരു ട്രൈബൽ ഗ്രൂപ്പ്, അവരെ നമ്മൾ ഹൂതികൾ എന്നാണ് വിളിക്കുക, അവരുടെ കൈവശമാണ്. ആ ഹൂതികൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വികാരമുള്ളവരും തീവ്രമായ ആന്റി ഇസ്രായേൽ, ആന്റി അമേരിക്കൻ വികാരമുള്ളവരുമാണ്. അവരുടെ കയ്യിൽ ഭരണമുണ്ട്. യമൻ സൗദി അറേബ്യക്കെതിരെ തിരിഞ്ഞു. കാരണം യമൻ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇറാൻ എന്ന രാജ്യത്താലാണ്. ഇറാന്റെ പ്രോക്സിയാണ്. ഇറാൻ എന്ന ഷിയ രാജ്യമാണ് യമനിലെ ഹൂതികളെ നട്ടുനനച്ച് വളർത്തുന്നത്. അവർ സ്വാഭാവികമായും സൗദി അറേബ്യക്ക് എതിരെ നിൽക്കുന്നു. സൗദിയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ ഓയിൽ റിഫൈനറീസ് ആക്രമിക്കുന്നു, അവരുടെ വിമാനത്താവളങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു, ഒരു വിധ്വംസക ശക്തിയായി അപ്രദേശത്ത് നിൽക്കുന്നു. അപ്പൊ സൗദി അറേബ്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗക്കാരെ പിന്തള്ളിയാണ് ന്യൂനപക്ഷങ്ങളാകുന്ന ഷിയകൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. പ്രത്യേകിച്ചും യമന്റെ വടക്കൻ ഭാഗം പൂർണ്ണമായും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. കൂടുതൽ ഭൂമിയും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. അല്ലാത്തൊരു സമാന്തര ഭരണകൂടമുണ്ട്. പക്ഷെ ആ ഭരണകൂടത്തിന് യഥാർത്ഥത്തിൽ ശക്തിയില്ല. അപ്പോഴും ഹൂതി വിമതരുടെ കയ്യിലാണ് ഇപ്പോൾ ഭരണം. ഇനിയുമാണ് സംഭവത്തിന്റെ യഥാർത്ഥ ഗൗരവം നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിൽ ഹൂതികൾ ഒക്ടോബർ 7, 2023 ഇസ്രയേലിന് എതിരെ ഗസയിൽ നിന്ന് വന്ന ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം പിന്നീട് ഹൂതികൾ നിരന്തരം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ യുദ്ധം, അതിന്റെ ഭാഗമായി ഹൈപ്പർസോണിക് മിസൈലുകൾ, അതൊരു ഹൂതികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതല്ല, ഇറാനിൽ നിന്ന് ഒരുപക്ഷെ സപ്ലൈ ചെയ്യപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ, ശബ്ദാതിവേഗമുള്ള മിസൈലുകൾ ഇസ്രയേലിന് മേൽ പതിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പല വേവ്സ് ആയിട്ട് ഈ മിസൈലുകൾ പോവുകയാണ്. കാര്യമായ നാശനഷ്ടങ്ങൾ വിധിച്ചില്ല എങ്കിൽ പോലും അതൊരു പെരനിയൽ പ്രോബ്ലമാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇസ്രായേലി കപ്പലുകൾ, ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകൾ, ഇസ്രായേലിന്റെ സഖ്യ രാജ്യങ്ങളായ അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് വേണ്ട ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ തടഞ്ഞു വയ്ക്കുക, ഹൈജാക്ക് ചെയ്യുക, ആക്രമിക്കുക, കത്തിക്കുക, ഈ കലാപരിപാടികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹൂതികൾ നടക്കുന്ന. പ്രത്യേകിച്ചും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം തന്നെ 100-ലധികം കപ്പലുകൾ ആക്രമണ വിധേയമായി. അതിലേതാനും കപ്പലുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ഒരു ജാപ്പനീസ് കപ്പൽ പിടിച്ചെടുത്ത്, ആ ഗാലക്സി എന്ന് പറയുന്ന ഒരു കപ്പൽ പിടിച്ചെടുത്ത് അതിന്റെ ജീവനക്കാരെ തടവിലാക്കി എന്ന് വേണ്ട കാര്യമായ പ്രതിബന്ധങ്ങളാണ് സുഗമമായ കപ്പൽ ഗതാഗതത്തിന് തടസ്സമായി ഹൂതികൾ കൊണ്ടുവരുന്നത്. അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമണ വിധേയമായി. അങ്ങനെയാണ് അമേരിക്കയും, ജോ ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം ചേർന്ന് അവിടുത്തെ ഒരു പെട്രോളിംഗ് ഓപ്പറേഷൻ, ജോയിന്റ് നേവൽ മെനൂവേഴ്സ്, അതൊന്നും കൊണ്ട് ഹൂതികളെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഹൂതികൾ പ്രതിനിധാനം ചെയ്യുന്ന ആ കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമിയുടെ തന്ത്രപ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നും യമന്റെ താഴെ പ്രദേശത്തു കൂടി അകത്തേക്ക് ചെങ്കടലിലേക്ക് പ്രവേശിക്കാനുള്ള ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന മേഖല, ആ മേഖലയും യമന്റെ ചെങ്കടൽ തീരവും കൺട്രോൾ ചെയ്യുന്നത് ഹൂതികളാണ്. ഈ ഹൂതികളുടെ കണ്ണു വെട്ടിച്ചു മാത്രമേ കപ്പലുകൾക്ക് അകത്തേക്ക് കയറാനൊക്കൂ. ഇസ്രായേൽ അതുവഴിയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി നിർത്തിവെച്ചു, ഹൂതികളെ പേടിച്ച്. ലോക വ്യാപാരത്തിന്റെ, ചരക്ക് ഗതാഗതത്തിന്റെ, കടൽ വ്യാപാരത്തിന്റെ, കച്ചവടത്തിന്റെ 20% കടന്നു പോകുന്ന റൂട്ടാണത്. ആ റൂട്ട് ക്ലിയർ ആയില്ല എങ്കിൽ ചെങ്കടലിലേക്ക് പ്രവേശിക്കാൻ വെസൽസ് ഉണ്ടാവില്ല. ഇതിൽ നിന്നും പോയി ചെങ്കടലിൽ കടന്ന്, ചെങ്കടലിൽ നിന്നും സൂയസ് കനാൽ, ഈജിപ്തിന് കുറുകെയുള്ള മെഡിറ്ററേനിയനിലേക്കുള്ള മനുഷ്യനിർമ്മിത കനാലാണല്ലോ സൂയസ് കനാൽ. സൂയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിൽ എത്തിപ്പെട്ടാൽ അവിടുന്ന് സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും ഇറ്റലിയിലേക്കും യൂറോപ്പിന്റെ ഏത് ഭാഗത്തേക്കും ചരക്കുകൾ എത്തിക്കാൻ കഴിയും. അതും കടന്നു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത്
മറ്റൊരു കടലെടുക്ക് കടന്നു കഴിഞ്ഞാൽ, ജിബ്രാൾട്ടർ കടലെടുക്ക് കഴിഞ്ഞാൽ അങ്ങനെയും സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ചരക്കുകൾ യൂറോപ്പിൽ എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കിഴക്കൻ മണ്ണിൽ നിന്നും, ചൈനയിൽ നിന്നാകട്ടെ ഇന്ത്യയിൽ നിന്നാകട്ടെ കിഴക്കിന്റെ ഏത് ഭാഗത്തു നിന്നാകട്ടെ ചരക്കുകൾ യൂറോപ്പിൽ എത്തിക്കണമെങ്കിൽ റെഡ് സീ ട്രേഡ് വളരെ പ്രധാനമാണ്. പണ്ട് കാലത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഹൂതികൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ, ലോക വ്യാപാരത്തിന് തന്നെ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോഴാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന വരുന്നത്, ഐ എം ഗോയിങ് ടു ഫിനിഷ് ഹൂതി പ്രോബ്ലം വൺസ് ആൻഡ് ഫോർ എവർ. അതുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 20 റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ, ചുമതല ഏറ്റെടുത്ത് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ. അതിനുശേഷം 15 ദിവസത്തെ ഒരുക്കങ്ങളുടെ സമയം. ആ സമയത്തിനകം ഹൂതികൾ പൂർണ്ണമായി വിധേയപ്പെടുന്നില്ല എങ്കിൽ അമേരിക്ക നേരിട്ട് ആക്രമണത്തിലേക്ക് വരുന്നു എന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്നത്. അപ്പൊ അതൊരു യുദ്ധം തന്നെയാണ്, അതൊരു ഹൂതികൾക്കെതിരെയുള്ള യുദ്ധം. യുദ്ധമെന്ന് പറയാനാവില്ല, ഒരു ടാർഗറ്റഡ് അറ്റാക്ക്. ഹൂതി സ്ട്രോങ് ഹോൾഡുകളിലേക്ക്, അവരുടെ തുറമുഖങ്ങളിലേക്ക്, അവരുടെ ആയുധ സംഭരണശാലകളിലേക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നു പല പ്രാവശ്യം. പക്ഷെ അവരുടെ ശക്തി കാര്യമായി ക്ഷയിച്ചിട്ടില്ല. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ശക്തി ക്ഷയിച്ചതുപോലെ ഹൂതികളുടെ ശക്തി ഇസ്രായേലിൽ നിന്നും വളരെ അകലെ കിടക്കുന്ന രാജ്യമായതുകൊണ്ട്, ഇസ്രായേലിൽ നിന്നാണ്ട് 2000 കിലോമീറ്ററോളം തെക്ക് മാറി കിടക്കുകയാണ്. അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് അമേരിക്കൻ സ്ട്രൈക്സ് കാരണമാകും. കാരണം ഹൂതികളെ ഒരു തീവ്രവാദ ഭീകര പട്ടികയിൽ പെടുത്തിയ ഒരു നയമാണ് ട്രംപിന് മുൻകാലത്തുണ്ടായിരുന്നത്. പക്ഷേ ജോ ബൈഡൻ ആ നയം പുനഃപരിശോധിച്ചു. ജോ ബൈഡന്റെ നയം അനുസരിച്ച് ഹൂതികളെ തീവ്രവാദ പട്ടികയിൽ പെടുത്തിയാൽ, തീവ്ര വിഭാഗത്തിന്റെ പട്ടികയിൽ പെടുത്തിയാൽ ആ രാജ്യത്തെ ജനങ്ങളുമായി നേരിട്ട് ഇടപെടാൻ, ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശ വിഷയങ്ങൾ, യുണൈറ്റഡ് നേഷൻസിന്റെ എയ്ഡ് പ്രോഗ്രാം, ഇതൊന്നും തന്നെ യമനിൽ എത്താതെയാകും. കാരണം തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാണ്, അങ്ങോട്ട് കടക്കാൻ അന്താരാഷ്ട്ര ഏജൻസികൾക്കാവില്ല. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെയും ഏജൻസികളുടെയും പ്രത്യേക പ്രേരണയാലാണ് ഹൂതികളെ ഭീകര പട്ടികയിൽ നിന്നും മാറ്റിയത്. പക്ഷേ ട്രംപ് ഹൂതികളെ വീണ്ടും, യമനിലെ ഹൂതികളെ വീണ്ടും ഭീകര പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അതിനർത്ഥം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഹൂതികൾക്കെതിരെ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വശത്തെ നീക്കുപോക്കുകൾ, ഗസ യുദ്ധം അവസാനിച്ചു, ഹിസ്ബുള്ളയുമായുള്ള വിഷയം അവിടെ ഒരു കരാറിലെത്തി നിൽക്കുന്നു. ഈ 2 കരാറുകളും നിലനിൽക്കെ അതിൽ നിന്നും അതിന്റെ കൂടെ ഭാഗമായി മാറേണ്ട ഹൂതികളെ മാത്രമായി തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് പൂർണ്ണമായും, അതൊരു വൈറസാണ്, ഒരുപക്ഷെ ക്യാൻസറാണ്. ആ ക്യാൻസറിനെ വളരെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കൂടുതൽ വളർന്ന് പന്തലിച്ച് ആ മേഖലയാകെ പ്രശ്നകലുഷിതമാകുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണെങ്കിലും ഈ പീസ് ഡീല് ഒപ്പിട്ട സ്ഥിതിക്ക് കാര്യമായ ചലനങ്ങൾ ആ ഭാഗത്ത് ഇനിയും ഉടനെ ഉണ്ടാക്കി ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ ഇറാനും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ലോകം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു. മറ്റു വിഷയങ്ങൾ, ട്രംപുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെ കുറിച്ചൊന്നുമല്ല ചർച്ച. ഇവിടെ ഹൂതികളെ നേരിടാനുള്ള അമേരിക്കയുടെ നിശ്ചയദാർഢ്യം വാക്കുകളുടെ രൂപത്തിൽ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രവൃത്തിയാണ്. 1.5 മാസം സമയം ബാക്കി.